So hey guys, welcome to Retro Gaming. Yes, അപ്പോൾ ഞാനും വെക്ടറും കുറേ ദിവസമായി ഒരു മാസമായി സിറ്റി 1 സിറ്റി 2 ഡെസേർട്ടിലും ട്രോപ്പിക്സിലും വരെ പോയി. പക്ഷേ നമ്മളെ ഒരു സ്ഥലത്ത് മാത്രം പോകാൻ വിട്ടുപോയി, മൗണ്ടൈനിലും പോകാൻ വിട്ടുപോയതല്ല, സമയമല്ല, പിന്നെ നല്ല ദൂരം ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്കങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് മൗണ്ടൈൻ വരെ ഒന്ന് വെറുതെ പോയിട്ട് വരാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അവിടെ വരെ പോയിട്ട് വരാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്. യെസ്, ഇതിപ്പോൾ നമ്മളെ വിൻ്റർത്തെ വീടാണ് ഗൈസ്. യെസ്, വിൻ്ററിലെ വീടാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ വീടൊക്കെ. യെസ്, ഇതാണ് നമ്മളെ കിച്ചൺ. യെസ്, എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് കിച്ചൺ വെറുതെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ വെക്ടർ ഇപ്പോൾ വരുന്നതാണ് പറഞ്ഞേ. നമ്മളെ പണ്ടത്തെ വെക്ടറിൻ്റെ അതറിയാലോ, കാറ്. യെസ്, അവിടെ അതും കൊണ്ടല്ല വരുന്നത് ഗൈസ്. ഏതോ ഒരു അതാരോ വരുന്നത് അവിടെ, ഇവനെ. ആ ഗൈസ്, ഓ ഏതാ എൻട്രി, എൻ്റെ മോനെ. ഹേ ബഡി, ഹലോ. ഓക്കെ, ഇപ്പം ഞാൻ ഫസ്റ്റ് എത്തിയപ്പോൾ തന്നെ ഇടിയാ. എടാ, ഇവിടെയാണ് ബ്രേക്ക് കിട്ടൂലടാ. എന്താണ് നിൻ്റെ സ്ഥലം ഇങ്ങനെ? ഞാൻ അറിയാൻ ചോദിക്കുക. ഹേ ഗൈസ്, നമ്മുടെ സ്ഥലത്തിനെ കുറിച്ച് പറയടാ മോനെ, മര്യാദയ്ക്ക് പോയിക്കോ. ഞാൻ എൻ്റെ വണ്ടി ഇടിക്കല്ലോ കേട്ടോ പോയിട്ട്. ഞാൻ പിന്നെ ഇന്ത്യക്കാരാടാ, പാർക്ക് ചെയ്യണ്ടേ വണ്ടി. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഇനി പരിപാടി എന്താ? നീ വണ്ടി കയറി പോവാ. എങ്ങോട്ടാ പോകണ്ടേ? എടാ, ഞാൻ പറഞ്ഞില്ലേടാ മൗണ്ടെയിൻ. ഒരു മാസം കൊണ്ട് നമ്മൾ മൗണ്ടെയിനിൽ മാത്രം പോയിട്ടില്ല അല്ലേ ഗൈസ്. നമ്മളെ വണ്ടി നമ്മളിപ്പോൾ നമ്മളതിൽ റേഞ്ച് റോവറാണ് ഗൈസ് നമ്മുടെ വണ്ടി. നമ്മളതിലാണ് പോണേ. നമ്മളെ സ്വന്തം വെക്ടർ നമ്മളെ ഡ്യൂറാങ്കയിലാണ് പോണത് ഗൈസ്. ഇവൻ്റെ പുതിയ വണ്ടിയാണ്. ഓക്കെ, അപ്പം ഞാൻ ഡുറാങ്കോയും അവൻ ഇതുവാ. ഏതാ നമ്മളെ റേഞ്ച് റോവർ. അപ്പം അവൻ റേഞ്ച് റോവറും ഞാൻ ഇതുവാ. അപ്പം മൗണ്ടനിലേക്കുള്ള വഴിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നോക്കാം. ഇനി മൗണ്ടനിലേക്കുള്ള വഴി സെറ്റാക്കണല്ലേ ഇനി? ഓക്കെ, അതവ സെറ്റാക്കും. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് പതുക്കെ അങ്ങോട്ട് എടുക്കാം അല്ലേ? ഓക്കെ, റേഞ്ച് റോവർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഗൈസ്. അത്ര രസമല്ല. എന്താ വെച്ചാൽ നമ്മളൊരു ഓഫ് റോഡിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ വണ്ടിയിൽ ഫുള്ള് ചളിയായി. എടാ, നീ പോയോ? ഇല്ലല്ലോ. അതായത് നമുക്ക് അവൻ സംസാരിക്കട്ടെ. ഓക്കെ, വഴി സെറ്റാക്കണം എടാ. ഈ മൗണ്ടനിലേക്കുള്ള വഴി സെറ്റാക്ക്. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ പോവാം. മാപ്പ് എടുക്കാം. മൗണ്ടെയിൻ എവിടെയാ? മൗണ്ടെയിൻ എടാ, ഇതല്ലേ മൗണ്ടെയിൻ ഗൈസ്? ഇതാണോ? എനിക്കങ്ങനെ മനസ്സിലായില്ല. അല്ല, എടാ മൗണ്ടെയിൻ ഏതായിരുന്നു? ഞാൻ മറന്നുപോയി. നമുക്ക് ചോദിച്ചു കേടാ. വെക്ടർ, ഇതാണോ മൗണ്ടെയിൻ? മൗണ്ടെയിൻ ഏതാ? യെസ് ഗൈസ്, അങ്ങനെ മൗണ്ടെയിൻ നമുക്ക് കിട്ടിയില്ല. ഞാനിപ്പോൾ നമ്മളെ കടേനെ അങ്ങോട്ട് എടുത്താലോ? എടാ, കടേനെ അങ്ങോട്ട് മാപ്പ് ഇടാൻ കഴിയും. കടേനെ അങ്ങോട്ട് മാപ്പ് ഇട്ടിട്ടുണ്ട്. യെസ്, അപ്പം നമുക്ക് പോയാലോ? യെസ്, ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ വെക്ടറിന് കൊടുക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ മാപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അവൻ വേറെ വഴി, ഞാൻ വേറെ വഴി അയക്കും. അങ്ങനെ ഉണ്ടായിന്ന് വരും. കൺട്രോൾ ഇട്ടുണ്ട്. കണ്ട, ഈ സ്ഥലം മൊത്തം സ്ലിപ്പറിയാ ഗൈസ്, മൊത്തം സ്ലിപ്പറിയാ. എടാ പോലടാ, ഞാനും ഉണ്ടടാ, ഞാനും ഫ്രണ്ടാടാ, നിൽക്കടാ. ഓക്കെ, അവൻ സ്റ്റോപ്പ് ചെയ്തു. എടാ, ഇവിടുന്ന് ലെഫ്റ്റ് അടി. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറേ ദൂരം ഉണ്ടല്ലേടാ വെക്ടറെ? ഇനിയിപ്പോൾ ഇവിടുന്ന് കുറേ ദൂരം പോകാനുണ്ട്. പെട്രോളൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചോ. അവിടെ ഇവൻ അയിലേ പോയടാ. അപ്പം ഞാനും വരുന്നടാ, ഒന്നാണ് കാണിച്ചു തരാം. ഇവൻ പറപ്പിക്കുന്നു ഗൈസ്, വല്ലാത്ത പോക്കുവൻ. പക്ഷേ ഞാൻ നിന്നെ പിടിക്കില്ല വിചാരിച്ചോ? ഓക്കെ ഗൈസ്, അവൻ മുമ്പ് കയറി. എന്താണ്, നമ്മളൊന്നും വെയിറ്റ് ചെയ്യില്ല അല്ലേ ഗൈസ്? നമ്മൾ മൗണ്ടെയിനിലേക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. യെസ്, എന്തായാലും എൻ്റെ വണ്ടി കൊള്ളാട്ടോടാ. താങ്ക് യു. ഓക്കെ, അങ്ങോട്ടേക്കല്ലേ മാപ്പ്? ഓക്കെ, ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് തന്നെ വിടാം. അയ്യോ, ഇടിക്കല്ലേ, ജസ്റ്റ് മിസ്. ഓക്കെ, ഇടിച്ച്
ഈ സ്ഥലം ഭയങ്കര പാടാ ഗൈസ്. ഗൈസ് പിന്നെ എൻ്റെ വണ്ടി നിങ്ങൾ നോക്കരുത് കേട്ടോ, ഒട്ടും വൃത്തിയില്ല, നല്ല ചളിയാണ്. അന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു ചെറുതായി നമ്മൾ ഇങ്ങോട്ടൊന്ന് ഓഫ് റോഡിങ്ങിന് വേണ്ടി വന്നാൽ ഫുള്ള് ചളിയായി അല്ലടാ അത്രേ. കുറച്ച് ചളിയായി. അത് കുറേ മുന്നേ നമ്മൾ ഓഫ് റോഡ് കയറിയിരുന്നു അതിൻ്റെ. അങ്ങനെ ഒരു ഓഫ് റോഡിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ വിട്ടുപോയി. പിന്നെ ഞാൻ ഈ ജീപ്പിൻ്റെ ഇതും കൊണ്ട് പോകുമ്പോൾ ഇച്ചിരി പണിയാ. എടാ നീ നീ എന്താണ് ചെയ്ത് ഇവിടെ മാജിക് എന്തെങ്കിലും നടന്നോ? എൻ്റെ മോനെ എനിക്ക് എന്തോ പറ്റി, ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് തെറിച്ച് പോയി ഗായ്സ്. ഇതിന് ബ്രേക്ക് കിട്ടില്ല കേട്ടോ ഗായ്സ്, വല്ലാണ്ട് ബ്രേക്ക് കുറവിന്. എന്നൊക്കെ നേരത്തെ അവിടെ എത്തുമോ എനിക്ക് ഉറപ്പില്ല. ഓർമ്മ വന്നു, നമ്മൾ മൗണ്ടനിലേക്കുള്ള മാപ്പ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നു. ഞാൻ ഇപ്പം എന്താ തിരിച്ചതെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ഒന്ന് റെഡി ആക്കണം. എടാ എന്നാൽ ഞാൻ ഒന്ന് വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. എനിക്ക് റെഡിയാക്കാണ്ട് ഞാനുണ്ട്. എൻ്റെ അന്ന് നേരത്തെ തന്നെ കുറേ മഞ്ഞൊക്കെ അതിനകത്തായി. വഴുക്കിയിട്ട് നേരെ പോയിട്ട് ഒന്ന് കുത്തി സ്ഥലത്ത് പോയിട്ട് നേരെ പേടിച്ച്. വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ വാഷ് ചെയ്യണോ? വാഷ് ചെയ്യണമല്ലേ? സ്റ്റിക്കറൊന്നും കാണുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. നീ അങ്ങോട്ടേക്ക് കിട്ടോ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യണം വേണ്ടല്ലോ. വേണ്ട, ഞപ്പെത്താം. ഒരു കാഞ്ചി നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, നമ്മളെ ഗേറ്റിൻ്റെ അടുത്ത് അവിടെ വെയിറ്റ് ചെയ്യ്. ഓക്കെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഇവിടെ 75 പോവാം. ഇവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ അറ്റത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ഞാൻ അതാ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഹൈവേയിലേക്ക് കയറണം. ഹൈവേയിൽ കയറി അവിടുന്ന് നമ്മൾ മൗണ്ടനിലേക്ക് വന്നു. ഞാൻ അവൻ എങ്ങനെയൊക്കെയോ കാണുന്നുണ്ട്. കണ്ട് വാ 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 വാ. ഗൈസ് പിന്നെ നമ്മളെ വെക്ടറിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അവൻ തന്നെ പറയട്ടെ എന്നാ. പറയാനൊന്നുമില്ല, റോബ്ലോക്സിൻ്റെ വീഡിയോയുടെ മാത്രം. AY വെക്ടർ ബ്ലോഗ്സ്, അത് ശരിക്കും പറഞ്ഞാൽ ചാനലിൻ്റെ പേരല്ല. ചാനലിൻ്റെ പേര് ഞാൻ അന്ന് ഇനി അടുത്തൊരു വീഡിയോ ഇടാൻ പോകുന്നുണ്ട്. അപ്പം ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തായാലും അറിയും. ഓക്കെ അപ്പോൾ അവൻ്റെ അത് പറഞ്ഞല്ലോ, എല്ലാവരും അവന് ലൈക്ക് ചെയ്യാം. ഓക്കെ നീ എന്നെ മുമ്പിലാണോ? കാണുന്നില്ലല്ലോ. മുമ്പിലാ. യൂട്ടേൺ വരുന്നുണ്ട്. യൂട്ടേൺ ഉണ്ട് ഇനി. യൂട്ടേൺ കൂടെ കഴിഞ്ഞു വാ. യൂട്ടേൺ അയ്യോ, യൂട്ടേൺ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒട്ടും ബ്രേക്കില്ലല്ലോ വണ്ടിക്ക്. എൻ്റെ വണ്ടി ഇടിച്ച്. എന്ത് സ്പീഡാ എൻ്റെ വണ്ടിക്ക്. ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി സ്പീഡ് കൂടുതലാ. ഇനിയിപ്പോൾ ഇവിടുന്ന് വല്ലാത്ത വളമാണ്. ഞാൻ നേരത്തെ പോയിട്ട് സ്ലൈഡായിട്ട് ഉരഞ്ഞു പോയി. നേരത്തെ 3000 പോയിന് വണ്ടി ക്ലീനാക്കാൻ. ഓക്കെ ഇതിപ്പോൾ സ്ഥലം എത്തിയല്ലോ. നമ്മൾ സ്ഥലത്തി നമ്മൾ മൗണ്ടനിൽ എത്തിയല്ലോ അല്ലേ? എത്തി. അപ്പോൾ കഴിച്ച് നമ്മളെ വെക്ടറിൻ്റെയിൽ റോബ്ലോക്സിൻ്റെയും പിന്നെ എൻ്റെ സീറ്റിൻ്റെയാണ് ഇടുന്നത്. ഓക്കെ അപ്പോൾ അത് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. നീ എന്താ വിറച്ച് പോകുന്നേ? എൻ്റെ കാരണം എന്താ പറ്റിയേ? വിറച്ച് പോകുന്നു. അയ്യോ ബ്രേക്ക് കിട്ടിയ. നീ നേരെ വിട്ടോ, ഇനി എവിടെയും കാത്തു കേൾക്കണ്ട. സ്പോട്ടിലേക്ക് കിട്ടോ, ഞാൻ അങ്ങോട്ട് എത്താം. ഗൈസ് പിന്നെയും ഇടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ പോകുന്ന വഴിക്ക് ഉണ്ടാവുമല്ലോ, നമ്മളെ ബാക്കിലുണ്ടായിരുന്നില്ലേ? നമ്മളപ്പോൾ ഒരു ചെറിയ ഓഫ് റോഡിങ് അല്ലല്ലോ നോക്കുന്നത് അല്ലേ ഡോക്ടറെ? ഓഫ് റോഡിങ് കിട്ടുമെന്നറിയില്ല, നമുക്ക് നോക്കാം. നോക്കി പോവാം. നമ്മൾ സ്പോട്ടൊന്നും കണ്ടെത്തി വെച്ചിട്ടില്ല, പക്ഷെ എന്തായാലും നോക്കി ഇങ്ങനെ പോവാം, അതാണ് നല്ലത്. അയ്യോ ഗൈസ് ഇപ്പം പോയതുണ്ടോ? എടാ നീ ആദ്യം പോയി ആദ്യം ഉണ്ട് നിന്റെ കാറ് വന്നു. എങ്ങനെ? ഓക്കെ ഇല്യൂഷൻ എനിക്കറിയില്ല.
കാറിൻ്റെ ഓരോ സംഭവങ്ങൾ. ഇനി നമുക്ക് കാർ റെഡിയാക്കിയിട്ട് ഓഫ് റോഡിങ്ങിന് പോകാനുള്ള പരിപാടി നോക്കാം. പെട്രോളൊക്കെ ആവശ്യത്തിനുണ്ട് എന്ന് വിചാരിക്കുന്നു. സ്പീഡ് കൂടുന്നുണ്ടൊന്നും പറയാൻ പറ്റൂല. നമുക്ക് കാറൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ഓഫ് റോഡ് സ്പോട്ടിലേക്ക് ഇടാം. നേരത്തെ നമ്മളവിടെ നിന്ന് ചെയ്ത അമ്മി എന്താ വെച്ചാൽ അവിടെ ടയർ സർവീസ്, പിന്നെ നമ്മളെ അതുണ്ട് എന്ന് വെച്ചാൽ മെക്കാനിക് ഉണ്ട്, പക്ഷേ അവിടെ ഭയങ്കര സമയം എടുക്കും. ഞാൻ ഒരു ദിവസം പോയിട്ടില്ല. എടാ നീ ഇപ്പം അങ്ങോട്ട് വട്ടോ ഈ കടയിലേക്ക്. അതാ വരുന്നു, എത്താനായി. നിന്നെ കണ്ടല്ലേ ഞാൻ. അത് നീയല്ല. അല്ല അത് നീയാണോ? നീയല്ല, നീ വേറെ എവിടെയാ? നീ എങ്ങോട്ടേക്കാ പോയേ? ഞാൻ കടേൻ്റെ അവിടെ ഉണ്ടാ ഒരു പാർക്കിംഗ്, ഒരു പർപ്പിൾ വണ്ടി ആക്കിയത് നോക്കും. അവിടെ എൻ്റെ വണ്ടി കണ്ട് വരുന്നു. ആ ഞാൻ നിന്നെ കണ്ട് ഏതോ പാർക്കിംഗ് ലോട്ടിൽ നിർത്തിയിട്ടത്. കണ്ടിട്ടോടെ മിണ്ടായിക്കാണല്ലോ, മര്യാദയ്ക്ക് അങ്ങോട്ട്. ആ നിന്നെ കണ്ട്. ഓക്കെ ഇവിടെ ഇവിടെ ഉണ്ട് ഗൈസ്. യെസ്, ഇവൻ്റെ വണ്ടി കൊള്ളാട്ടോ. ഒരു സ്റ്റിക്കർ വർക്കൊക്കെ അത്യാവശ്യം രസമുണ്ട്. ഇത് തീൻ്റെ ആണോടാ? അല്ലേ, തൊപ്പീൻ്റെ ഒക്കെ മാത്രം ഉണ്ട് ഇടയ്ക്ക്. ആ തീൻ്റെ സൈഡ് സ്റ്റിക്കർ. എന്നാ എൻ്റെ പുറക നമ്മൾ ഓഫ് റോഡ് സ്പോട്ട് കണ്ടെത്തി. ഇവിടെ ഇതാണ് നമ്മളെ സ്ഥലം, ഓഫ് റോഡിങ് സ്പോട്ട്. എടാ എനിക്കൊന്ന് വണ്ടി മെക്കാനിക് ഇടും, നീ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യോ? മറ്റു സ്ഥലത്ത് നിന്ന് ഞാൻ പോയിട്ട് വരാം ഗൈസ്. നമുക്ക് പിന്നെ നമ്മൾ നേരത്തെ പോയി ചമ്മിയ സ്ഥലമല്ല, അവിടേക്ക് തന്നെ പോകേണ്ടി വരാം. അല്ലാതെ അടുത്ത് പെട്ടെന്നില്ല, ഇവിടെ തന്നെ നമുക്ക് പോയിട്ട് വരാം. ഒറ്റയ്ക്ക് വേണം, ഞാനും വരാം. പോവല്ലേ, ഞാനും വരുന്നു. കുറച്ച് നേരം നിൽക്കുക, ഞാനും വരാം. എടാ ഇവിടെ അടുത്ത് തന്നെ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. നീ അവിടെ വെയിറ്റ് ചെയ്താൽ മതി. നിന്റെ വണ്ടിക്കൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എൻ്റെ വണ്ടിക്ക്. എൻ്റെ ജസ്റ്റ് ഒന്ന് ഒരഞ്ഞ് ഞാനും വരിക. എടാ അതൊക്കെ ലിഫ്റ്റ് ചെയ്ത് ഇതാക്കണ്ടേ? അതിൽ നല്ല വേറെ സ്ഥലമുണ്ട്, ഇതൊക്കെ ഡൗണ് ലിഫ്റ്റ് ചെയ്ത് ഇതാക്കണ്ടേ? ഒരു കാഞ്ചി എൻ്റെ പുറക, ഇതൊക്കെ ലിഫ്റ്റ് ചെയ്ത് പണിയാ. എൻ്റെ പുറകെ തന്നെ വാ. ഓക്കെ എന്നാ നീ പോയിക്കോ, എൻ്റെ പുറകെ വരട്ടെ. പുറകാരാണ് പുറക. ഇച്ചിരി മെല്ലെ വന്നു കേട്ടോ, സ്ഥലം പെട്ടെന്ന് എത്തും. അവിടുന്ന് ലെഫ്റ്റ് അടി. ബ്രേക്ക് കിട്ടുന്നില്ലല്ലേ, മനസ്സിലായി. എടാ ഈ വണ്ടിക്ക് പണ്ടത്തോടെ ഒട്ടും ബ്രേക്കില്ല. പണ്ടൊരു നല്ല ബ്രേക്കില്ല വണ്ടിയായിരുന്നു. പിന്നെ എൻ്റെ ഒരു എൽസി ഉണ്ട്, എപ്പോഴും ഞാൻ അതാ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം എടുക്കാത്തത്. കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ ഏതെങ്കിലും ഒരു വേറെ വീഡിയോ കാണിക്കാമല്ലേടാ നമുക്ക്. ഈ ഡ്യൂറാ അവനപ്പം തന്നെ വേറെ കവർ മേടിക്കില്ലേ? ആ ഈ അടുത്ത് ഒരെണ്ണം വാങ്ങാൻ തീരുമാനമുണ്ട്, പക്ഷേ ഏതാന്ന് ഞാൻ പറയുന്നില്ല, സർപ്രൈസ്. അതല്ലാണ്ട് എൻ്റെ ഒന്നുണ്ട്, കഴിഞ്ഞ വീഡിയോ കണ്ടറിയാം. എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടാ. അപ്പോൾ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, വെറുതെ ഒരു ലൈക്ക് ഫോണ്ട് അടിച്ചുവിടും, പറ്റുമെങ്കിൽ ആ ഒരു ബെല്ലി. ഓക്കെ ഇവിടെ എന്താ ഇവിടെ? ഓ ഇവിടെ അല്ലേ. ഓക്കെ റൈറ്റാ? ആ റൈറ്റ്. ഓക്കെ ഇനി ഇവിടെ തൊട്ടടുത്താ. ഇനി ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കുന്നു. ഈ ലെഫ്റ്റിലാണ് നമ്മുടെ സ്ഥലം. ഓ എടാ ഇവിടെ സ്ലിപ്പർ ചെയ്യാം, മെല്ലെ പോ. ഇവിടെ ഫുള്ള് വെള്ളപ്പൊക്കം. ആ ഓക്കെ സെറ്റ് ആയിക്കല്ലോ. അമ്പാ പൊള്ളിയായിരിക്കും. അങ്ങോട്ടൊക്കെ ബസ് എടുത്ത് വരണല്ലേ, ക്ഷീണമായിക്കല്ലോ. വേറൊരു ട്രിപ്പ് വരുന്നുണ്ട്, അത് നമ്മൾ വേറൊരു വണ്ടി വെച്ചിട്ടായിരിക്കും. ഇതുപോലത്തെ ഒരു വണ്ടിയില്ല, വേറെ വണ്ടി വെച്ചിട്ടായിരിക്കും. ഇതിപ്പോൾ സ്പോർട്സ് കാർ എടുത്ത് ഓഫ് റോഡിങ് ചെയ്ത് എങ്ങനെ ഉണ്ടാവടാ? പൊളിയാക്കിയോ? നമുക്കൊരൊറ്റ ആക്സിലറേഷനിൽ തെറിച്ച് പോവാം, ബ്രേക്ക് കിട്ടൂല. പിന്നെ അത് ഇപ്പം തന്നെ കണ്ടോ, ഞാൻ ബ്രേക്ക് പിടിച്ചിട്ട് 5 സെക്കൻഡ് കഴിഞ്ഞാൽ നിൽക്കുന്നത്. ഭയങ്കര സ്ലോവാ ബ്രേക്ക് പിടിക്കുന്നതൊക്കെ. എന്താണ് നിർത്തിയേ? അയ്യോ പറയില്ല, ഇവിടെ ബ്രേക്ക് കിട്ടാൻ ഭയങ്കര പാടാ. RC പാടാ. ഗൈസ് നിങ്ങൾക്ക് ഇൻറ്റീരിയർ കാണിച്ചതിലും റേഞ്ച് ഇതാണ് കേട്ടോ. ഇൻറ്റീരിയർ കാണാത്തവരെല്ലാം കണ്ടോ? യെസ്. ഓക്കെ എന്തായാലും നമുക്കിനി പോവാം.
ഇങ്ങനൊക്കെ പോയി തോന്നുന്നു. നമ്മളൊന്നും വെയിറ്റ് ചെയ്യൂല. ആ ഓക്കെ. ആ ഫ്രണ്ടിലുണ്ടോ? യെസ്, ഞാനപ്പോൾ ഇൻറ്റീരിയർ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വണ്ടി ഇവിടെ താഴെ ഭയങ്കര സ്ട്രഗിൾ ആകുന്നുണ്ട്. നല്ല മനസ്സിലാകുന്നുണ്ട്. താഴെ നല്ല ഇതാകുന്ന സൗണ്ട് കേൾക്കാം. ഗൈസ്, ഞങ്ങൾ ഈ വണ്ടീൻ്റെ സൗണ്ട് ആയിട്ട് നോയ്സ് അടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാവില്ലല്ലോ. നമുക്ക് നോക്കാം എന്തായാലും. വീഡിയോ ഇപ്പം തന്നെ പുറത്തിറങ്ങുമല്ലോ അല്ലേടാ? ആകെ വീഡിയോ ഈ അടുത്ത് തന്നെ പുറത്തിറങ്ങും. പക്ഷെ ഒരു കാര്യമുണ്ട്, പിന്നെ ഗെയിമിനെ പറ്റി പറയും. മലയല്ലേ, ചില സമയം ബ്രേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നേരെ അങ്ങ് പോകും, നേരെ പോവും സ്പീഡ് പോകുമ്പോൾ. എനിക്ക് തോന്നുന്നത് നമ്മൾ സ്ഥലം എത്തി ഗൈസ്. ഇനി ഇവിടെ രാത്രി ഒരു ക്യാമ്പ് അടിക്കാനുള്ള പരിപാടിയാണോ എനിക്ക് അറിയില്ല. RCക്ക് അറിയൂ പ്ലാനൊക്കെ. ഗൈസ്, ക്യാമ്പ് ഇവിടെ അടിക്കാൻ സെറ്റായിരിക്കും. നോക്കി നോക്കാം, പറ്റാണെങ്കിൽ അടിക്കാലടാ. യെസ്, പറ്റുകയാണെങ്കിൽ അടിക്കാം. നോക്കി ചെയ്യാം. ഗൈസ്, ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ആൾക്കാരൊന്നും കാണാനില്ല. കുറേ കാറ് മാത്രം കിടക്കുന്നുണ്ട്. അവിടെ ഒരു G-Wagon കിടക്കുന്നു. ആരാണോ G-Wagonൊക്കെ ഇട്ടിട്ട് പോയേ? RC പാർക്ക് ചെയ്യടാ, പാർക്ക് ചെയ്റ്റുക. എടാ, എൻ്റെ വണ്ടി എല്ലായിടത്തും പോയി ഇടിക്കട. നിരങ്ങ വണ്ടി ഫുള്ള്. എന്താ ഇവിടെ 2 റേഞ്ച് റോവർ ഉണ്ടല്ലോ. ഇവിടെ ആരൊക്കെ ക്യാമ്പൊക്കെ അടിക്കണ്ടല്ലോ. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പാർക്ക് ചെയ്യട്ടെ. ഞാൻ ഇവിടെ പാർക്ക് ചെയ്ത് നോക്കട്ടെ. G-Wagonൻ്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്യാല്ലേ? G-Wagonൻ്റെ തൊട്ടടുത്ത്. നീ ഇവിടെ വാ, ഞാൻ അതാ പാർക്ക് ചെയ്ത് നിൽക്കുക. ഇവിടെ സ്ഥലം പോരടാ, കയറാനിത്തിരി ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല. ക്യാമ്പൊക്കെ അടിക്കാനുള്ള സ്ഥലമുണ്ട്. ക്യാമ്പ് അവിടെ ഇങ്ങോട്ട് വേടാ. വ്യൂ കൊള്ളാം. അങ്ങോട്ട് വാ, ഇവിടെ ടെൻ്റൊക്കെ ഉണ്ട്, ക്യാമ്പ് അടിക്കാം. ഓക്കേ, ഇവിടെ വ്യൂ ഉള്ളടാ. ഒന്നും ചാടി നോക്കിയാലോ? വേണ്ട, ചാടണ്ട. ഗൈസ്, നമുക്ക് പിന്നെ ഒന്നിട്ടാലോ? ഒരു ആശ ഇത് കാണുമ്പോൾ. അല്ല, നിന്നെ ഒന്നിട്ട് ഓടണ്ട, ഞാൻ ഒന്നും ചെയ്യില്ല. നിന്നെനിക്ക് പണ്ടേ പേടിയാ, ഞാൻ ഓടിപ്പോവാ. ഗൈസ്, അപ്പോൾ ഇവനൊരു റേഞ്ച് റോവറിൻ്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ തൊട്ടടുത്ത് തന്നെ അതേ മോഡൽ റേഞ്ച് റോവർ ഉണ്ടല്ലോ. പക്ഷേ നീ ഇവോക്കിൻ്റെ അടുത്താണ് പാർക്ക് ചെയ്തത് റേഞ്ച് റോവർ. എടാ, ഇവിടെ എന്തോ ഒരു കൂടാരം പോലെ ഉണ്ടല്ലോ. വാ, അങ്ങോട്ട് കയറി വെക്കാം. വാ. ഇതെന്ത് ഓക്കെ, മഴ പെയ്യാതിരിക്കുമ്പോൾ മഴ പെയ്യാതിരിക്കുമ്പോൾ വെച്ചാണ് കുഴപ്പമില്ല. ഇവിടെ നല്ലൊരു സെറ്റപ്പാണ്. ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയ സെറ്റപ്പാണ്. കുറച്ച് കടയും കൂടി വന്നാൽ മതിയല്ലേടാ? ഇനിയിപ്പോൾ ഇതിങ്ങനെ ബാക്കി നമ്മൾ അടുത്ത പാർട്ടിലേക്കും ചെയ്യാം. ഓക്കെ. അപ്പോൾ താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. യെസ്, ബൈ. സോ സ്റ്റേ ട്യൂൺഡ്. അടുത്ത പാർട്ട് നമ്മൾ ഈ അടുത്ത് തന്നെ ഇടും. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. യെസ് ഗൈസ്, ബൈ. യെസ്, ബൈ.